ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിങ്ങനെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയെന്ന്. എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. ഇൻ്റർവ്യൂവിന് പോവാണ്. ടൈം കിട്ടിയിരിക്കുന്നത് 12 മണിയാണ്. കലൂരാണ്. ഞാനിങ്ങനെ പോകണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണ്. ഇന്നലെ വരെയൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് പോയിട്ടോ. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പോകേണ്ടതെന്ന് പറയുന്നത് എൻ്റെ ടെൻഷൻ ഒന്ന് ദേവനെ റെഡിയാക്കി വിടാനൊക്കെ ഒരു ആരും ഇല്ലാത്തതുകൊണ്ട്. അമ്മയുണ്ട്, പക്ഷെ അമ്മക്ക് ബെൽറ്റ് ഉണ്ടാക്കി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാടാണ്. അതോർക്കുമ്പോൾ എനിക്കൊരു സങ്കടം. ഇപ്പോൾ പോകണോ വേണ്ടയോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാം. എന്തായാലും പോയി നോക്കാം. കിട്ടുമല്ലോ എന്ന് അറിയത്തില്ലല്ലോ. എന്താ റെഡിയാകാൻ പോവാണ്. കൂട്ടുകാരിയുടെ അനിയത്തി ഉണ്ട് കേട്ടോ. അവൾ പറയുന്ന കയറും. ഞാൻ റെഡിയായിട്ട സമയം കളയണ്ട. 9 മണിയാകുമ്പോൾ സ്റ്റാൻഡിലെത്തണം തലയിലപ്പറമ്പ്. നമുക്ക് പോണ വഴിക്കാണ്. അപ്പോൾ ഈ നമ്മുടെ മുറ്റത്ത് അമ്മ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളർന്ന് വരുന്നു. രാവിലെ മഞ്ഞുതുള്ളികളുമായിട്ട് ആ ചെടി നിൽക്കണതാണ് ഒരു പോസിറ്റീവ് വൈബ് കേട്ടോ. 4-5 കോസ്റ്റ്യൂം ഇട്ട്, ജീൻസ് ഇട്ട്, ടോപ്പിട്ട്, ചുരിദാറിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ജീൻസ് ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാനത് ഊരി. ഇവിടെയുള്ള ആൾക്കാർ എന്നാ പറയുമെന്ന് ഓർത്ത് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. നമ്മൾ നടക്കുക കേട്ടോ. ടെൻഷനൊന്നുമില്ല. ഈ അവിടെ വരെ പോണ കാര്യം ഓർക്കുമ്പോൾ ദേവനെ എണീപ്പിച്ചില്ല. അവന് കഴിയല്ലെങ്കിൽ പോകണ്ട ഓർത്ത്. അതുകൊണ്ട് അവിടെ കിടക്കണം. പോട്ടെ. അപ്പോൾ നമ്മൾ രാവിലെ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ. ഞാനൊരു ഓട്ടോയ്ക്കാണ് പോയത്, പാലാങ്കടവിൽ നിന്ന് തലയോലപ്പറമ്പ് വരെ. അപ്പോൾ അവിടെ ചെന്നപ്പം അത്യാവശ്യം തിരക്കൊണ്ട്. ജോലിക്ക് പോകണവരുണ്ട്, സ്കൂളിലേക്ക് പോകണവരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഓർമ്മയാണ്. നമ്മളിങ്ങനെ രാവിലെ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഇത്രയും രാവിലെ പോകുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ മടിയാട്ടോ, നല്ല മഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബസ് ഒരു 9 മണി 9:05 ആയപ്പോഴാണ് എൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഞാൻ കയറിയിരുന്ന് കുറേ കഴിഞ്ഞാട്ടോ എടുത്തത്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നതായിട്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ലൈക്ക് എന്തായാലും ചെയ്യണം. അപ്പോൾ നീർപ്പാറയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയായിട്ടാണ് ഞാൻ പോണത്. അവൾ കയറി, അലിയ സാജു എന്നാണ് കേട്ടോ അവളുടെ പേര്. നിങ്ങൾ മുന്നത്തെ വീഡിയോയിലൊക്കെ അവളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൾ കയറി കുറച്ചേരം ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. പുള്ളിക്കാരിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമാണ്. എനിക്ക് വീഡിയോ എടുത്തു തരും. അങ്ങനെ വീഡിയോയ്ക്ക് ഫേസ് ചെയ്യാനോ പോസ് ചെയ്യാനോ അങ്ങനെയുള്ള മടിയും കാര്യങ്ങളൊന്നുമില്ല. ചിലവരങ്ങനെയാണല്ലോ, നമ്മൾ ക്യാമറയും കൊണ്ട് ഇതൊന്നും എടുക്കരുതെന്ന് പറയും. എനിക്കതിനോട് ഓരോ ഇഷ്ടമാണ് ഗൈസ്. ഞാൻ അതിനെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നേരെ കലൂരെത്തിയിട്ടോ. അതെ നമ്മൾ എത്തിയിട്ടോ. ഇത് എങ്ങോട്ടായി പോണേ? ഒരു ഐഡിയയിലാണ് നടക്കുവാണ്. ഗൂഗിൾ അമ്മച്ച് ചതിച്ചു ഗൈസ്. എവിടെ ഇപ്പോൾ ശരിക്കും സ്ഥലം? നമ്മുടെ ലൊക്കേഷൻ ഇപ്പം നമ്മൾ നിൽക്കുന്ന ചേച്ചി ഇത് ഏതാ സ്ഥലം? ഇത് നോർത്ത്. എല്ലാവരെയും ചതിക്കും പോലെ ഗൂഗിൾ അമ്മച്ചി നമ്മളെയും ചതിച്ചു കേട്ടോ. നമുക്ക് ടേൺ സ്ട്രൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പറഞ്ഞ് നമുക്ക് വഴി തെറ്റി. കുറേ നടന്നു കേട്ടോ നമ്മൾ ആ വെയിലത്ത്. അവൾക്കും പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാണ്ടായി. അപ്പോൾ നമ്മളവിടെ നിന്ന് ഒരു ലോട്ടറി വിൽക്കുന്ന ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യോ അത് ഇവിടെയല്ല, കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകണമായിരുന്നു പറഞ്ഞു. നമ്മൾ ചോദിക്കണതിൻ്റെ ഒരു ആൻസറല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൻസറല്ല അവർ തരുന്നത്. ഞാൻ വീഡിയോ എടുക്കണോണ്ട് ഈ കൊച്ച് മുഖം പൊത്തിയാട്ടോ പോണത്. അപ്പോൾ കുറച്ച് നമ്മൾ നടന്നു ആ റെയിൽവേ സ്റ്റേഷൻ്റെ മേളിൽ കൂടി നടന്നു. നോർത്ത് റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നത്. എനിക്കറിയത്തില്ല ഗൈസ് ഇവിടെ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയ ആണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് അധികം വരാറില്ല. ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഗ്യാപ്പിലാണ് വന്നുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എന്നാലും കറങ്ങാനൊന്നും പോകാറില്ല. കാരണം ജോലി ചെയ്യുക, നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവുക, സൺഡേ കിട്ടുമ്പോൾ സൺഡേ ഓഫാണ്, സാറ്റർഡേ വൈകുന്നേരം നമ്മൾ വീട്ടിൽ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടുതൽ ചിലവഴിക്കാനൊന്നും സമയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങുവാണ്. നന്നായിട്ട് ഷെയ്ക്കിംഗ് ഉണ്ട്. വീഡിയോസ് അത്യാവശ്യം നല്ല ഷെയ്ക്കാണ്. നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ഭാവിയിൽ എല്ലാ വീഡിയോയിലും പറയും പോലെ ഫോൺ പെട്ടെന്ന് എടുക്കാൻ പറ്റട്ടെ. അപ്പോൾ അത് ഞാൻ കുറച്ചങ്ങ് നടക്കുമ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ കാണുവാണെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ അവർക്കറിയാലോ സ്ഥലങ്ങളൊക്കെ. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പേരോട് ചോദിച്ചു. ഒരു അച്ഛനോട് ചെന്ന്, ഓട്ടോ സ്റ്റാൻഡിൽ ചേട്ടനോട് ചെന്ന് ഹോട്ടൽ ഇൻ്റർനാഷണലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായിട്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏരിയ എവിടെയാണ്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു ഞങ്ങൾ കൊണ്ടാക്കാം. ഒരു 30 രൂപ പോയിൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ നിന്നെടുത്തെന്ന്. പുള്ളി കൊണ്ടാക്കി. നമ്മൾ നേരെ അവിടെ ചെന്നു. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് വെയിറ്റിങ്ങിലാണ്. ഒരു ഫോം ഉണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാൻ പോണ കമ്പനി ആക്സിയോൺസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ. കൗൺസിലിംഗ്
ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നു. അതൊക്കെ കഴിഞ്ഞൊരു 10-15 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. ഇൻ്റർവ്യൂ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റേതായ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ ഉള്ളത് പിള്ളേരുടെ കാര്യം ഓർത്തിട്ടാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോമിലി മീൽസ് വെറൈറ്റി ഓഫ് ഫിഷസ് എന്ന് പറയുന്ന ഒരു കട കണ്ട്. ഇമ്മ്യൂസ് എന്നാണ് ആ കടയുടെ പേര് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. കണ്ടിട്ട് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ചട്ടിച്ചോറ് കിട്ടുമെന്നും പറഞ്ഞാണ് നമ്മൾ ചെന്നത്. പക്ഷെ നമ്മുടെ വായിൽ മലയാളികൾ എന്നെപ്പോലെയാണോ, മലയാളികൾ അങ്ങനെയാണല്ലോ, നമ്മൾ എന്ത് ഫുഡ് കഴിക്കാൻ ചെന്നാലും എൻ്റെ വായിൽ ബിരിയാണി എന്നുള്ള പേരേ വരുള്ളൂ. നിങ്ങളും അങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ 2 ചിക്കൻ ബിരിയാണി പറഞ്ഞു. അവൾക്കും അത് മതിയെന്ന് പറഞ്ഞു. കുഴിമന്തി ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലായതുകൊണ്ട് തലേ ദിവസം 6 മണിക്ക്, അതായത് സന്ധ്യയ്ക്ക് 6 മണിക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ പിറ്റേ ദിവസം 10 മണിയാവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു വിത്തൗട്ട് ബ്ലാക്ക് ടീ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്ന് വരെ അങ്ങനെയാണ് ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്നാണ്, അതായത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ചോറ് മാത്രമായിട്ട് ഒരു കുഞ്ഞ് തവി ചോറ് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചു കേട്ടോ. രാവിലെ ഞാൻ ഒന്നും കഴിക്കാണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ താഴെ ചെന്നപ്പോൾ അവിടെ സ്പേസ് കുറവായതുകൊണ്ട് അവർ പറഞ്ഞു റൂഫ് ടോപ്പ് അവൈലബിൾ ആണ്, അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ പീരീഡ്സും ആയിട്ടോ. പെയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അതിനുള്ള കരുതലൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ വെള്ളവും ഇല്ലായിരുന്നു കൈ കഴുകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ എനിക്ക് അതിൻ്റെ പീരീഡ്സ് ആയതിൻ്റെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്ക് ഡീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പയ്യെ ആദ്യം ഫുഡ് കഴിക്കാം, ഫുഡ് മുഖ്യം ബീലേ എന്നുള്ള രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ അവിടെ എല്ലാ ടേബിളിലും കുഞ്ഞൊരു പാത്രത്തിലൊരു ഡെവറയിൽ ഇത് വെച്ചിട്ടുണ്ട്, നല്ല നാരങ്ങാച്ചാർ കേട്ടോ. അപ്പോൾ അതേ ഫുഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജോലി കിട്ടിയ ചിലവൊക്കെ ചെയ്യണം ചേച്ചി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അവൾ 2 ദിവസം ജോലിക്ക് പോയതിൻ്റെ സാലറി ഇന്ന് കിട്ടുമെന്നൊക്കെ അവൾ പറഞ്ഞു. അപ്പോൾ ഞാനും ചിലവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എരിവുണ്ടായിരുന്നു, എഗ്ഗ് നല്ല ചിക്കനായിരുന്നു കേട്ടോ. അതിനകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചൊക്കെ കഴിച്ചു. ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റിയ രീതിയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പീരീഡ്സ് ആയതുകൊണ്ട് പിന്നെ വയറുവേദനയൊന്നും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. തലേദിവസം ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ഓർത്ത് ആസ്വദിച്ച് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എന്ന് പറയണത് ഞാൻ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ കിട്ടരുത് എന്നാണ് എൻ്റെ ഉള്ളിൽ മനസ്സിൽ ജോലി. അതായത് നമ്മൾ ഇത്രയും ദൂരം വരുമല്ലേ, കലൂരിൽ നിന്ന് പിന്നെ 2 സ്റ്റോപ്പ് മുന്നിലേക്കാണ്. എനിക്കറിയില്ല, MG റോഡിലാണ് കേട്ടോ ഈ സ്ഥാപനം വരുന്നത്, ആക്സിയോൺസ് എന്ന് പറയണേ. നമുക്ക് അഥവാ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്നെ ഇപ്പം ചേട്ടായിക്കും ഇൻട്രസ്റ്റ് ഇല്ല പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ദൂരം പോയിട്ട് വരിക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. ഒരു 7:30-8 മണിയാകും നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കിട്ടരുതെന്നായിരുന്നു. പിന്നെ അഥവാ ജോലി കിട്ടിയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതൊരു കുറ്റബോധമായിരിക്കും. ഈ ജോലി കിട്ടിയിട്ട് ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടിയിട്ട് പോയില്ലല്ലോ എന്നൊരു കുറ്റബോധം തോന്നും. പിന്നെ അത്യാവശ്യം ഞാൻ പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസും ആകും. പിന്നെ അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു. സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് കരുതിയത് കേട്ടോ. പിന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചപ്പോൾ വിധുക്കുട്ടനുമാണെങ്കിൽ എപ്പോഴും പനിയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇത്ര ദൂരെ പോയി നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ എന്നെ അവർ വിളിച്ചില്ല. അതുകൊണ്ട് വിളിക്കരുതെന്നാണ്. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു കുറ്റബോധമൊക്കെയാണ്. പിന്നെ എനിക്ക് പോയാൽ കൊള്ളാമെന്നൊക്കെ തോന്നും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിളിക്കരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ സെൻറ്റർ സ്ക്വയറിലേക്കാണ് പോയത്. കുറച്ച് സമയമൊക്കെ അതുവഴി കറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിനായിട്ട് അവളുടെ ലിപ്സ്റ്റിക്ക് ചോറുണ്ട്, അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റീഫില്ല് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പോയത്. അവിടെ ഈ നൈക്കയിലും മമ്മർത്തിൻ്റെയൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് വാരി തൂക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അത്യാവശ്യം കുറച്ച് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. അതായത് ചുരിദാർ വിധുവിനും ദേവനും ഒരേപോലത്തെ കോംബോ ഒക്കെ ആയിട്ട് ഇടാനായിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ചേട്ടാനെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും നീ പോയതല്ലേ എറണാകുളത്ത്, അപ്പോൾ കുറച്ച് നേരം കറങ്ങിയിട്ടൊക്കെ പോന്നോളാൻ പറഞ്ഞു. പിന്നെ മെയിനായിട്ട് ഞാൻ പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് പാഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനൊരു സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയണേ നമുക്ക് മോളുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മാളിലേക്ക് പോയത്. കുറച്ച് നേരം അവിടെ കറങ്ങി സ്കിൻ ടോണിന് പറ്റിയതും കുറച്ച് ബ്യൂട്ടി ഐറ്റംസൊക്കെ നോക്കി. പിന്നെ ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയാണ്. 1000, 2000, 3000 ഒക്കെയാണ് എല്ലാത്തിനും കേട്ടോ. പക്ഷേ വില അനുസരിക്കും അതിന് കൂടുന്തോറും നല്ല ബ്രാൻഡഡ് സാധനമായിരിക്കും കേട്ടോ അവിടെയൊക്കെ ഉള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് 1-2 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അത് അവൾക്ക് ഒരു ലിപ്സ്റ്റിക്ക് ഇഷ്ടമായിട്ട്, അത് ഭയങ്കര ന്യൂഡ് കളറായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല, അപ്പോൾ ഞാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പിന്നെ തിരിച്ച് നമ്മൾ മേളിലൊക്കെ കയറി ടോയ്ലറ്റിലൊക്കെ വന്നിട്ട് ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുവാണ്. ഡ്രസ്സൊന്നും എടുത്തില്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനകത്തൊക്കെ കയറി ചുമ്മാ ഒന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിനിടയ്ക്ക് തന്നെ ചേട്ടായി വിളിക്കുന്നുണ്ട്, പോന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കാം എന്നുള്ള രീതി നടക്കും. അത് ഇതാണ്, ഞാൻ അവിടെ നിന്ന് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടായിരുന്നു കേട്ടോ, നല്ല ഷെയ്ഡായിരുന്നു. അതിനകത്ത് വെച്ച് കാണുമ്പോൾ നല്ല ഷെയ്ഡായിരുന്നു. പിന്നെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അതൊരു മെനകെട്ട കളറായിട്ട് ഞാനത് തൂത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതേ നേരത്തെ എനിക്ക് ഈ എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ടോയ്ലറ്റ്. അപ്പോൾ അവിടെ ചെന്നു. അവിടെയാണെങ്കിലും നല്ല സ്മെല്ലായിരുന്നു. സാധാരണ ടോയ്ലറ്റിൻ്റെ സ്മെല്ല് ആർക്കും ഇഷ്ടപ്പെടില്ല. അത് അവിടെ ഒരു സ്പ്രേയുടെ മണമായിരുന്നു കേട്ടോ, ഭയങ്കര പിന്നെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വൃത്തികെട്ട സ്മെല്ലെന്ന് വെച്ചാൽ ഈ പെർഫ്യൂംസിൻ്റെയും അതിൻ്റെയും എല്ലാ സ്പ്രേയുടെയും കൂടി ഒരു മെനകെട്ട ഛർദ്ദിക്കാൻ വരുമായിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ട് തലവേദന എടുക്കുമായിരുന്നു. പക്ഷെ ബാത്റൂമിലെ സ്മെല്ല് അടിപൊളിയായിരുന്നു ഗൈസ്. സീരിയസ്ലി ചിലവർക്ക് എനിക്ക് പ്രാന്താണോ എന്നൊക്കെ ഓർക്കും, പക്ഷെ അങ്ങനെയല്ല, സീരിയസ്ലി നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വൃത്തികെട്ട എല്ലാ മണവും കൂടി ഒരുമിച്ച് തലക്ക് മത്തടിക്കും. പിന്നെ വിധുക്കുട്ടനും ദേവൂട്ടനൊക്കെ ഉള്ളത് നോക്കി ഒന്നുമില്ലാണ്ട് എങ്ങനെ വീട്ടിലേക്ക് ചെല്ലണേ. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവന്മാർ ഓടി വരും, അമ്മ എനിക്ക് എന്നാ മേടിച്ചതെന്ന് ചോദിച്ച്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്മമാർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ടോയോ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് ഓർത്താണ് പോയത്. പക്ഷേ തൊട്ടാൽ കൈ പൊള്ളണ വിലയാണ്. എനിക്ക് കുറച്ച് ടോപ്സൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ കമ്മലുണ്ടായിരുന്നു. കമ്മലിനാണേലും 500 സംതിങ്, 200, 300 ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. കൊള്ളാം, ക്യൂട്ടാണ്, ബട്ട് മേടിച്ചില്ല. നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങണ്ടേ. പിന്നെ ചെരുപ്പ് മേടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ കുറച്ച് നേരം അതുവഴിയൊക്കെ കറങ്ങിട്ടോ. നമുക്ക് 2 മണിക്കാണ് മോളിൽ നിന്ന് ഇറങ്ങേണ്ടത്. അതായത് 2 മണിക്ക് പോയാലാണ് നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ തലയിലപ്പറമ്പിൽ എത്തുള്ളൂ കേട്ടോ. കുറച്ച് ടോപ്പൊക്കെ നോക്കി. പിന്നെ 1/get 1 ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഇതൊക്കെ ഭയങ്കര ബോറായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നാലും ട്രെൻഡ്സിലും കൂടി കയറാം. എനിക്ക് ട്രെൻഡ്സിൽ നിന്നൊരു ടോപ്പ് ഇഷ്ടമായിരുന്നു കേട്ടോ. അവളും അടുത്ത് ഞാനും അടുത്ത്, കാരണം ഈ വെളിയിലൊരു മണം ഭയങ്കരമായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം ചൂടില്ലാണ്ട് നമുക്ക് കുറച്ച് നേരം നടക്കാം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പിന്നെ കയറിയതാണ്. കുറേയൊക്കെ തപ്പി, കുറേയൊക്കെ ചുമ്മാ വെച്ചൊക്കെ നോക്കിയിട്ട്. അപ്പം ഞാൻ വെച്ച് നോക്കണത് ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ഭയങ്കര നൈസാണ്, തീരെ തിന്നാണ്. ഈ ഒരു വൈറ്റ് ടോപ്പ് എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര തിന്നായതുകൊണ്ട് ഞാൻ പിന്നെ അതവിടെ വെച്ചു. ബ്ലാക്ക് ജീൻസിൻ്റെയൊക്കെ കൂടെ ഇടാനായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ തല ഒരു മത്ത് പിടിച്ച പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇറങ്ങുവാണ്. സെൻട്രൽ സ്ക്വയറിനോട് ടാറ്റ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങും കേട്ടോ. ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര റേറ്റ് ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് എപ്പോഴും വരാത്തതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു കേട്ടോ. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് വേഗം, പിന്നെ കൊച്ചും കരഞ്ഞാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. കൊച്ചിനെ ചേട്ടായി കുറച്ച് നേരം ചേച്ചിയുടെ അടുത്തൊക്കെ ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ, എൻ്റെ ലിപ്സ്റ്റിക്ക് എനിക്ക് തന്നെ ബോറായിട്ട് തോന്നിയിട്ട് ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുകയാണ്. എന്തോ ഒരു കൊള്ളിയില്ലാത്ത കമ്പനിയുടെ ആയിരുന്നു. അപ്പോൾ ഞാനത് കുറച്ച് തൂത്ത് കളഞ്ഞു കേട്ടോ. അവൾ തൂത്ത് തന്നു ഓരോന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ചേട്ടൻ എന്തോ ചിരിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ എന്തോ അവളോട് പറയുക കേട്ടോ, ആൾക്കാർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് തൂത്ത് കളഞ്ഞത്. പക്ഷെ അകത്ത് വെച്ച് നല്ലൊരു ബ്രൈറ്റ് കളറായിരുന്നു കേട്ടോ, റെഡ്. നമ്മളിത് അവിടുന്ന് ഒരു മെട്രോ സ്റ്റേഷൻ, എനിക്ക് പറയാനായിട്ട് അറിയില്ല, മെട്രോ സ്റ്റേഷൻ അങ്ങോട്ട് ബസ്സേ കയറിയിട്ടാണ് നമ്മൾ സെൻട്രൽ സ്ക്വയറിൻ്റെ വാതിക്കൽ നമ്മൾ നേരെ അവിടെ ചെന്നു. അപ്പോൾ ബാത്റൂമിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ അങ്ങോട്ട് ചെല്ലുവാണ്. എനിക്ക് സ്ഥലപ്പേരൊന്നും വലിയ തിട്ടയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ തപ്പണത്. അപ്പോൾ അതേ പോത്തീസി കയറണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. വെയിൽ പോത്തീസ്, എനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ് ഗൈസ്. ഭയങ്കര ഒരു അഡിക്റ്റാണ്. എന്തോരം കിട്ടിയാലും മതിയായില്ല, വേറെ ഒന്നും വേണമെന്നില്ല, ഡ്രസ്സും കമ്മലും. അപ്പോൾ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ പോവാണ്. അവിടെ ചെന്ന് ബാത്റൂമിലൊക്കെ പുള്ളിക്കാരി പോയി കുറച്ച് നേരം അവിടെ. അതെ, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മെട്രോയുടെ ഒക്കെ ആദ്യം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ. മെട്രോയിൽ കയറിയില്ല, സ്റ്റേഷനിൽ മെട്രോ സ്റ്റേഷൻ ആദ്യം എൻ്റെ ഫേസൊക്കെയാണ് മൊത്തം മാറി, മുടിയൊക്കെ അനുമോളെയും കൂടി വിളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. വിളിച്ചാൽ പുള്ളി എങ്ങനെയെങ്കിലും വന്നേനെ. അപ്പോൾ കുറച്ച് നേരം അതുവഴിയൊക്കെ നടന്നു. അപ്പോൾ നമുക്ക് ബസ് 2-2:30 ആകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ നടന്ന്
കലൂർ സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ പയ്യെ നടക്കുവാണ്. കലൂർ സ്റ്റാൻഡിലാണെങ്കിൽ ബസ്സുണ്ട്, ഇഷ്ടമാതിരി ബസ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബസ് ഇതിൻ്റെ പുറകിലാട്ടോ കിടക്കണത്, കുറച്ചും കൂടി പുറകിലാണ്. അപ്പോൾ അതൊക്കെ ഈ ബസ്സൊക്കെ പോയി കഴിയുമ്പോൾ ആ ബസ് ഫ്രണ്ടിലേക്ക് എടുത്തിടുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര ദാഹമായിരുന്നു. അവിടെ നമ്മളൊരു സ്പ്രിൻറ്റ് മേടിച്ചു, അത് കുറച്ച് നേരം കുടിച്ചു. പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നു. ഈ ഒരു ടൈമിൽ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ആക്സിയോൺസിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ട്, ചോദിച്ചു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. അറ്റൻഡൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ വിൻഡോ സീറ്റിന് വേണ്ടി ഞങ്ങൾ ഇടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിൻഡോ സീറ്റിലേക്ക് മാറി. കുറച്ച് നേരം അതിനകത്ത് ഇരുന്ന് ഉറങ്ങി. ബിരിയാണിയൊക്കെ വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് ഫ്രഷ് ലൈമും കുടിച്ചുകൊണ്ട് നന്നായിട്ട് ഉറക്കം വരുന്നു. പിന്നെ കുറച്ച് സ്പ്രിൻ്റൊക്കെ മാറ്റിയല്ലോ, നല്ലപോലെ ഡയറ്റ് എടുത്ത് കൺട്രോൾ ചെയ്ത് വരികയായിരുന്നു. അന്നേരമാണ് ബിരിയാണി കഴിച്ചു, സ്പ്രിൻ്റ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഡയറ്റ് പോയിട്ടോ. അപ്പോൾ അത് അവളിത് ഇറങ്ങാൻ പോവുകയാണ്. എന്തൊക്കെ വന്നാലും ഞാൻ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യും ഗൈസ്, എന്തായാലും വിടിയല്ല. ഇത്തവണ ഞാൻ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും ഞാൻ തെറ്റിക്കുകയില്ലെന്നൊരു ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ പുള്ളിക്കാരി ഇറങ്ങാൻ പോവാണ് നീർപ്പാറയിലെത്തിയപ്പോൾ കേട്ടോ. പിന്നെ ഇനി ഷോകാണ്, അവൾ ഇറങ്ങിയല്ലോ. കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വണ്ടിയിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ ഓർമ്മകളായവർക്കി പോകാം. പുള്ളിക്കാരി ഇത് ഇറങ്ങുവാണ്. ചേറ്റ ബൊബൈ സി യു ഒക്കെ പറഞ്ഞു. അപ്പോൾ ജോലി കിട്ടുവാണെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ പോവുകയാണ്. കുറച്ച് നേരം നമുക്ക് ആ വെട്ടിക്കാട്ടുമുക്ക് ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് തലയിലപ്പറമ്പിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. നമ്മളിത് തലയിലപ്പറമ്പ് എത്തി. നേരെ ഉച്ച സമയം 4 മണിയൊക്കെ ആയാലോ, വേഗം ദേവനെ പോയി കാണണം. എനിക്കാണെങ്കിൽ അവനെ ടൈ റെഡിയാക്കിയാണോ ഇട്ടത്, ഷൂവിൻ്റെ സോക്സ് നേരെയാണോ ഇട്ടത്, ആ ഒരു ഇതായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എവിടെയോ പോയ സമയത്ത് അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ സോക്സ് ഒന്നും ശരിയായിക്കല്ല ഇട്ടത് അച്ചായി, ബെൽറ്റും ശരിയായില്ല, 2 ഹോളിലിട്ട് ബാക്കി ഹോളിലൊന്നും ഇട്ടില്ല. അപ്പോൾ ആ പറഞ്ഞതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയായതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു. അവനെ പോയി കാണുക എന്നുള്ളൊരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയെ വെച്ചാൽ നമ്മൾ പാലാങ്കടയിലുള്ള ഓട്ടോ ചേട്ടന്മാരെ വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ ഡയറക്റ്റ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഓട്ടോ വിളിച്ച് വീട്ടിൽ എടുത്തു. ഈ അവന്മാരെ കാണാനായിട്ട് ഇങ്ങനെ ദേവനെ കാണാണ്ടതായി പോയത്, അതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പോയി കാണാത്ത. വീട്ടിൽ ചെന്നപ്പോൾ അവൻ അവിടെ ഇല്ല, അജന്തയിലാണ്. അപ്പോൾ ഞാൻ കയറിയില്ല, നേരെ അജന്തയിലേക്ക് പോകാനോ വിളിക്കട്ടെ. ഇത് കൂട്ടന് ഉറങ്ങുമെന്ന് പറഞ്ഞു. വീഡിയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞല്ല എന്നാലും അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു വീഡിയോയ്ക്ക്. അപ്പോൾ ദേവനെ കണ്ടു. പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അവന്മാരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ വയറുവേനയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് കുറച്ച് നേരം കിടന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, സീ യു.